ഭാവനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് കാണിച്ചുകൊണ്ടിരുന്ന എന്തായിരുന്നു, കല്യാണിയും പ്രകാശനും കൂടെയുള്ള സംസാരമല്ലേ. അപ്പോൾ പ്രകാശൻ പറയുകയാണ്, അതെ പിന്നെ ദീപ മരിച്ചപ്പോൾ ദീപയ്ക്ക് ഞാൻ സ്വർണ്ണമൊന്നും വേറെ മേടിച്ചു കൊടുത്തില്ല, താലിമാല പോലും ദീപ തിരിച്ചു തന്നല്ലോ, പിന്നെ അത് വിക്രം വിറ്റ് നിന്നു. അപ്പോൾ പിന്നെ ഞാനൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, അതിനൊക്കെ എനിക്ക് നല്ലൊരു കുറ്റബോധം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ കല്യാണി പറയുവാണ്, പിന്നെ അമ്മയ്ക്ക് ഒത്തിരി സ്വർണ്ണങ്ങളുണ്ടായിരുന്നു, കൂടാതെ എനിക്ക് ഒത്തിരി സ്വർണം കിരണേട്ടൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയണേ, ആ വിക്രം അവനെന്ത് ദുഷ്ടനാണ്, അവൻ സ്വന്തം അമ്മ മരിച്ചിട്ട് പോലും ഒന്ന് കാണാൻ പോലും വരാൻ തയ്യാറായില്ല, അവനിപ്പോൾ ജയിലിൽ വഴക്കുണ്ടാക്കിയിട്ട് വിയ്യൂർക്ക് മാറ്റി എന്നൊക്കെയാണ് അറിയുന്നത്. മോളെ ഗംഗാപ്രസാദിനെ പോലെ തന്നെ ഭയങ്കര പ്രശ്നക്കാരൻ തന്നെയാണ് വിക്രം, അതുകൊണ്ട് മോളെപ്പോഴും സൂക്ഷിക്കണം. കാരണം ഗംഗപ്രസാദ് അവൻ്റെ അമ്മയെ കൊല്ലാൻ നടക്കുന്നു, പിന്നെ നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ സഹോദരൻ നടക്കുന്നത്, എൻ്റെ മോന്. അപ്പോൾ അതുകൊണ്ട് ഏതവനായാലും ആ പെറ്റമ്മ മരിച്ചു കിടക്കുമ്പോൾ ഒന്നും വരാതിരിക്കില്ലല്ലോ. ദീപയുടെ സ്വർണ്ണങ്ങളൊക്കെ ആയിട്ട് ഒരു ജ്വല്ലറി വന്നിരിക്കട്ടെ, കാദംബരിയും കല്യാണിയും കാർത്തികയും ലക്ഷ്മിയമ്മയും ഉണ്ട്. അപ്പോൾ നമ്മുടെ നയന അടുത്തിരിപ്പുണ്ട്. അപ്പോൾ നയന നേരെ ഒരു മാല എടുക്കുവാണ് കേട്ടോ. അപ്പോൾ നീ എന്താ ഈ എടുത്തിങ്ങനെ നോക്കണേന്ന് ചോദിക്കുമ്പോൾ കല്യാണി ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയാണ്, ഇത് കിരണേട്ട വാങ്ങാൻ വന്നതായിരുന്നു, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ, കല്യാണിയോട് പോലും പറഞ്ഞിട്ടില്ല, പിന്നെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് നോക്കിയെടുത്തോ, ഇതിൽ കൊള്ളാവുന്ന ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തോ എന്നൊക്കെ എന്നോടാണ് പറഞ്ഞത് കിരണേട്ടൻ എന്ന് നയന പറയുവാണേ. അച്ഛനുമായ ഡിവോഴ്സായ ദിവസം കോടതിയിൽ വെച്ച് അമ്മ താലിമാല ഊരി അച്ഛൻ്റെ മുഖത്തെറിഞ്ഞ് കൊടുത്തല്ലോ, അതിനുശേഷം കഴുത്തിലൊന്നുമില്ലാത്ത ഒരു പോരായ്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഞാനിങ്ങനെ കിരണോട്ടോട് പറഞ്ഞിരുന്നു, ആ സമയത്ത് കിരണേട്ടൻ വാങ്ങിയതാണിത്, ഒറ്റ പ്രാവശ്യമേ അമ്മ ഇട്ടിട്ടുള്ളൂ, പിന്നെ എൻ്റെ അടുത്തുള്ളൊരു പഴയ മാലയാണ് അമ്മ ഇട്ടുകൊണ്ട് നടന്നത് എന്ന് കല്യാണി പറയുവാണ് കേട്ടോ. ഭയങ്കര വിഷമത്തോടെ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ കാർത്തിക പറയാണ്, എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇതൊന്നും വിൽക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, അത് വേണ്ടാന്ന് തന്നെയാണെന്ന അഭിപ്രായം എന്ന് പറയുമ്പോൾ നയന പറയാം, അങ്ങനെയല്ല ചേച്ചി, കാരണം മരിച്ചവരുടെ സ്വർണം മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നാണ് പറയുന്നത്, അപ്പോൾ അത് മാറ്റി വാങ്ങുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്നാണ് നയനയും പറയുന്നത്. അപ്പോൾ ലക്ഷ്മിയമ്മ പറയുവാണ്, ആർഭാടമൊന്നും അധികം വേണ്ടാന്നാണ് പറഞ്ഞത്, പക്ഷെ ആരും ഇതൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ കാദംബരി പറയാം, അത് കിരൺ സാറിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും തീരുമാനമാണ്, ഭംഗിയായി കല്യാണം നടത്തണമെന്നത്. അപ്പോൾ നയന പറയുവാണ്, കാർത്തികേച്ചിക്ക് ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓർണമെൻറ്റ്സ് എടുത്ത് വയ്ക്കാം, പൂർണ്ണമായിട്ട് അത് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി, അപ്പോൾ ഓരോന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറയുവാണ്. അപ്പോൾ അതെടുത്തേന്ന് പറഞ്ഞിട്ട് നയന ഒരു മാല എടുത്തിട്ട് കാർത്തികയുടെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കാദംബരിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ട് അത് കൊള്ളാമെന്ന് പറഞ്ഞു, പക്ഷേ നയനയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നയന പറഞ്ഞു, അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, വേറൊരു മാല എടുക്കുക, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത് എടുക്കുകയാണ്. അപ്പോൾ ദീപ പറയുന്നത്, ഇവിടെ ലോക്കറിൽ ആവശ്യത്തിനുള്ള സ്വർണ്ണം ഉണ്ട്, പിന്നെ ദീപയുടെ സ്വർണം വിറ്റ് കിട്ടുന്ന സ്വർണം മാത്രം മേടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നയന പറയാം, ആദർശേട്ടൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്, അത് കൊടുത്തേ വിടാവുന്ന ആദർശേട്ടൻ പറഞ്ഞിട്ടുണ്ടെന്ന് നയന പറയുവാണ്. ചെറുപ്പകാലത്തിൽ ഞാനൊരു തരി പൊന്ന് പോലും ഉപയോഗിച്ചിട്ടില്ല, എനിക്കൊരു തരി സ്വർണം ഉപയോഗിക്കാനുള്ള അവകാശം ഒന്നുമില്ലായിരുന്നു, പിന്നെ ഇവൾക്കതെല്ലാം അറിയാം, ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ലക്ഷ്മിയമ്മയോടും കാർത്തികയോടും കാദംബരിയോടെ പറയുകയാണേ. അപ്പോൾ ഞാനൊരു കറുത്ത ചിരട്ടിലൊരു മണി തൂക്കിയിട്ടുണ്ടോ നടന്നതെന്നൊക്കെ നമ്മുടെ കല്യാണിയുടെ അവസ്ഥ കല്യാണി പറയുവാണ്. അതുകൊണ്ട് ഇവളുടെ അമ്മയും അധികം ആഭരണങ്ങൾ ഉപയോഗിക്കില്ലായിരുന്നു, എൻ്റെ അമ്മയും ഇടയ്ക്ക് അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണിയുടെ അമ്മയെ കാണുമായിരുന്നു, അപ്പോൾ ഇടയ്ക്ക് പറയായിരുന്നു, സ്വർണ്ണമൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിലും കാണാൻ എന്ത് സുന്ദരിയാണെന്നൊരു അസൂയയുടെ പറയുമായിരുന്നു എന്നൊക്കെ പറയാം കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ കല്യാണിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ടേ. അപ്പോൾ ലക്ഷ്മിയമ്മ നയനോട് പറയുകയാണ്, ദീപയെ പറ്റി അധികം സംസാരിക്കേണ്ടത് മോൾക്ക് സങ്കടമാവും എന്ന് പറയാം. എന്നിട്ട് പിന്നെ നയന ഓരോരോ സെറ്റുകൾ എടുത്തിട്ട് ഓരോരോ ഓർണമെൻറ്റ്സുകളൊക്കെ എടുപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നയന മാത്യൂസേ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ എന്താ മാഡം എന്ന് ചോദിച്ചു വരാൻ പറയും, എടുത്ത് വെച്ച സാധനത്തിനൊന്നും പണിക്കൂലി എടുക്കണ്ട കേട്ടോ എന്ന് പറയുവാണ്. അപ്പോൾ ഓക്കെ മാഡം എന്ന് പറയുകയാണ്. എന്നിട്ട് ഉടനെ നയന ചോദിക്കുകയാണ്, അത് ലക്ഷ്മിയമ്മയ്ക്കും കല്യാണിക്കും കാദംബരിക്കൊക്കെ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നും വേണ്ടാന്ന് കല്യാണി പറയുവാണ്. ഓക്കെ, ഈ സാഹചര്യത്തിൽ ഞാൻ അതിനെപ്പറ്റി ഇനി കൂടുതൽ നിർബന്ധിക്കാനൊന്നും നിൽക്കുന്നില്ല. പിന്നെ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞൊരു ഫോട്ടോ എടുത്ത് കാണിക്കുക കേട്ടോ. ലാസ്റ്റ് എടുത്ത ഫോട്ടോയാണ് ദീപയും കല്യാണി നയനയൊക്കെ കൂടി എടുത്തൊരു ഫോട്ടോ കാണിക്കുവാണ്. അപ്പോൾ ഇത് അവസാനമായിട്ട് എടുത്ത ഫോട്ടോയാണെന്നും പറഞ്ഞ് അത് കാണിക്കുവാണേ. അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗംഗപ്രസാദും മറ്റേ മൂപ്പൻ്റെ മകൾ പിടിച്ച് നടത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, പേടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പേടിക്കണ്ട കേട്ടോ, ഈ സമയത്ത് കുറുനരികളോ ഒന്നും ഇറങ്ങത്തില്ല, പിന്നെ കൂട്ടത്തോടെ വന്നാൽ മാത്രമേ പേടിക്കേണ്ട കാര്യമുള്ളൂ, ഇടയ്ക്ക് ഇങ്ങനെ പടക്കം പൊട്ടിക്കും, അങ്ങനെ പടക്കം പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ശല്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വെടിവെക്കും എന്നൊക്കെ പറയുവാണേ.
ശത്രുക്കൾ ഒരുപാടാണെന്ന് എഴുതി കാണിച്ചല്ലോ, അവരാരെങ്കിലും ഇങ്ങോട്ട് വരുമോ? ഫോറസ്റ്റുകാരോട് പോലും ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പറയരുതെന്ന് അപ്പയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഗംഗാപ്രസാദിനൊരു ആശ്വാസത്തിൻ്റെ ഒരു തലകുലുക്കുണ്ട് കേട്ടോ. വേലു അപ്പയുടെ പെങ്ങടെ മോനൊന്നും അല്ല കേട്ടോ, വന്ന സമയം മുതൽ എനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചു, അതാണ് ഇപ്പോൾ കുഴപ്പമായി എന്ന് അവൾ പറയുവാണ്. അവൾക്ക് ശരിക്കും ഗംഗാപ്രസാദിനോടൊരു ചായ്വുണ്ടെന്ന് തോന്നുന്നു. ചില സമയത്തെ പുള്ളിയുടെ സ്വഭാവം കണ്ടാൽ നല്ലതായിട്ട് ദേഷ്യം വരും. എനിക്കത്ര ഇഷ്ടമൊന്നും അല്ല എന്ന് അവൾ പറയുവാണ്. ചേട്ടനും മിണ്ടാൻ പോലും പറ്റില്ല. ഇപ്പോൾ വയ്യാതിരിക്കുന്ന ആളുടെ അടുത്ത് വന്ന് ഞാനിരിക്കുന്നത് പോലും അങ്ങേർക്ക് സഹിക്കാൻ പറ്റില്ല, അതാണ് കുഴപ്പമെന്ന് പറയുവാണ്. അതിപ്പോൾ ഞാൻ ചേട്ടനോട് മാത്രമല്ല കേട്ടോ, ഏത് ആണുങ്ങളോട് ഞാൻ അടുത്ത് സംസാരിച്ചാലും അത് വേലുവിന് അത്ര ഇഷ്ടപ്പെടില്ല എന്ന് അവൾ പറയുവാണ്. അപ്പോൾ ആരോ ഓടുന്നൊരു ശബ്ദം പോലെ കേട്ടിട്ട് പെട്ടെന്ന് ഗംഗാപ്രസാദ് ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് നോക്കുമ്പോൾ അവൾ പറയും അത് പെരിച്ചാഴി ഓടിയതാണ്, അത് ഇപ്പോൾ മുയലായാലും കരിയൽ അനങ്ങിയാൽ മാത്രം മതി, നല്ല ശബ്ദം ഉണ്ടാവും എന്ന് പറയുവാണേ. പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ കൂടെയെന്ന് അവൾ പറയുവാണ്. അത് കേട്ടപ്പോൾ ഗംഗാപ്രസാദിന് സമാധാനത്തോടെയുള്ള ചിരി, രണ്ടുപേരും ഭയങ്കരമായിട്ട് ചിരിക്കുവാണേ. എന്നിട്ട് ഗംഗ ഇങ്ങനെ മനസ്സിൽ പറയും, എടി കാട്ടുപോത്തെന്നല്ല, ഏത് വലിയ മൃഗം വന്ന് നിന്നാലും എനിക്ക് യാതൊരു പേടിയില്ല, ഞാൻ ഒരാളുടെ മുമ്പിൽ മാത്രമേ മുട്ടുമുടക്കിയിട്ടുള്ള കിരണിൻ്റെ ഒരു മലയാളിയുടെ മുന്നിൽ മാത്രം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്തേക്ക് പിന്നെ കാണിക്കുന്നത് കായലിൽ കൂടി വഞ്ചിയിൽ വരുന്ന കിരണിനെയും ബൈജുവിനെയും രതീഷിനെയും കൂടാതെ വഞ്ചി തുഴയുന്നൊരു ചേട്ടനും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പേര് കൂടി വരികയാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുള്ളതെന്നൊക്കെ ബൈജു ചോദിക്കുമ്പോൾ പറയുകയാണ്, ഇവിടെ ചെന്നായും കുറുനരിയൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നെ ഇതിനെ വേണം പേടിക്കേണ്ടത്, ആനയുണ്ടോ ചേട്ടാ എന്ന് ബൈജു ചോദിക്കുമ്പോൾ ആനയൊന്നുമില്ല, പക്ഷേ ഇത് കൂട്ടത്തോടെ വന്ന ആന വരെയും പേടിച്ച് പോകുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. പുലിയേക്കാളും ഭീകരനാണെന്നൊക്കെ പറയുവാണ് രതീഷിനോട് പുള്ളി. അപ്പോൾ അങ്ങനെ ഇവർ സംസാരിച്ചിട്ട് തോക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയാം ആ തോക്കുണ്ടെന്ന് പറയാം. അപ്പോൾ പിന്നെ പേടിക്കേണ്ട, വെടിയൊച്ച കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും പരിസരത്ത് അടുക്കില്ല എന്ന് പുള്ളി പറയുവാണ്. എന്നിട്ട് പിന്നെ പറയാം പെരുമ്പാമ്പുണ്ടെന്ന് പറയണം. പെരുമ്പാമ്പോ എന്ന് ചോദിക്കുമ്പോൾ ആ പൊക്കത്തിൽ മരത്തിൻ്റെ പൊക്കത്തിലിരിക്കും, അവിടുന്ന് താഴേക്ക് ദേഹത്തേക്കായിരിക്കും ചാടി വരുന്നത്, അപ്പോൾ അത് സൂക്ഷിക്കേണ്ടതാണെന്ന് പറയുകയാണ്. പിന്നെ പെരുമ്പാമ്പ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ വിഴുങ്ങുമോ എന്നൊക്കെ ചോദിക്കുവാണ് ഇവർ. അപ്പോൾ കിരൺ ചോദിക്കുക ഒത്ത സൈസുള്ള ഞങ്ങളെപ്പോലുള്ളവർ വിഴുങ്ങുമെന്ന് ചോദിക്കുമ്പോൾ ഒത്ത സൈസുള്ളൊരു പെരുമ്പാമ്പ് ഇവിടെ ഉണ്ട്, പിന്നെ കാട്ടിലുള്ളവർക്ക് ചെന്നായേയും പെരുമ്പാമ്പിനെയാണ് പേടി എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ ഈ ബൈജു രഹസ്യമായിട്ട് രതീഷിൻ്റെ അടുത്ത് പറയണേ അവനെ മൊത്തത്തിൽ തീർന്നു കാണുമെന്ന് പറയാം. അപ്പോൾ പറയാണ് ചെന്നായുടെയൊക്കെ മുമ്പിൽ ഒക്കെ ഒരു മനുഷ്യനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെയൊക്കെ നാക്കി തുടച്ച് തീർക്കുമെന്നൊക്കെ പുള്ളി പറയാണ് കേട്ടോ. അപ്പോൾ വള്ളം തുഴയുന്ന ചേട്ടൻ പറയണം അത് പാമ്പിനെയും അതുപോലെ വിഷമുള്ള അട്ടകളും ഒക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം. പിന്നെ നിങ്ങൾ ഒരിക്കലും കൂട്ടം തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, കാരണം പകൽ സമയത്ത് പോലും നല്ല ഇരുട്ടായിരിക്കും വനത്തിനകത്ത്, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും തെറ്റിപ്പോയാൽ പിന്നെ കിട്ടാൻ പാടാണെന്ന് പറയാം. പിന്നെ അട്ടകളെ ശ്രദ്ധിക്കണം, കാരണം ചോര ഭയങ്കരമായിട്ട് കുടിക്കുമെന്ന് പറയുമ്പോൾ കിരൺ പറയാം അത് മനുഷ്യൻ്റെ ഇടയിൽ പോലും ഉണ്ടല്ലോ, അട്ടകളെ പോലത്തുള്ള മനുഷ്യന്മാരും ഉണ്ടല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.